ഞാനും ഡാൻസ് കളിക്കാം. ഫോണും കൂടെ ഡാൻസ്. ഇതിന്റെ മേളിലൊരു ഫുള്ളൊക്കെ ആയിരിക്കും വെക്കണം. അതെ, മാവേലി നാടുവാണിടും കാലം, മാവേലി നാട്. ഓമനാമ്മ സ്ലറി കലക്കി ഒഴിച്ചായിരുന്ന പച്ചക്കറിക്ക്? ആ കമ്പോസ്റ്റ് കുഴിയിലെ സ്ലറി ഉണ്ട്, അത് എടുത്തിട്ടേ അത് കലക്കി ഒഴിക്കാം കേട്ടോ. മതി മതി, ഇച്ചിരിയുടെ വെള്ളം കൂട്ടിയിട്ടേ ചെയ്താൽ മതി. ആ എന്നെ ചേച്ചി ഇന്ന് ഈ ഏരിയ തന്നെ കിടന്ന് കിടക്കണം. ഒരു ദിവസമെങ്കിലും ഓമനാമ്മ കണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലതാ. ഇല്ല, എല്ലാ ദിവസവും വന്ന് കാണണം. ഇന്നലെ ലീവ് ആയിരുന്ന കാരണം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. കോട്ടങ്ങ് മാറിയിരുന്നെങ്കിൽ ഞാൻ പുല്ല് പറിച്ചേനെ. മറ്റേ പയ്യൻ എന്തി ഓമനാമ്മ? ഓമനാമ്മയുടെ കൂട്ട് ഇവിടെ ഉണ്ട്, അവിടെ നിന്ന് കിളക്കണുണ്ടായിരുന്നു. ആണോ? ഓമനാമ്മ ഞാനേ തുമ്പ തപ്പി വന്നതായിരുന്നേ. ഇനിയിപ്പോ കർക്കിടകമൊക്കെ തീരാറായില്ലേ, ഓണമൊക്കെ ആകാറായി. അതിന്റെ തുമ്പപ്പൂവും തുമ്പയും തൃത്താവും ഒക്കെ അല്ലേ ആദ്യത്തെ ദിവസം ഉള്ളത്. അയ്യോ ആ നിക്കണ തുമ്പ തൈയല്ലേ? ഇനി തുമ്പത്തൈ ആവശ്യം വരും. ഓണം വരുമ്പോ എല്ലാരും അന്വേഷിക്കുള്ളൂ. ആ അതെ നിറയെ നിപ്പുണ്ടല്ലേ. പക്ഷെ ഇവിടെ പച്ചയ്ക്ക് നിക്കണ്ട്, തൈയൊക്കെ ഇഷ്ടം പോലെ. നല്ല സ്മെല്ലാ. ഈ എന്റെ വെള്ളപ്പൂവിന് ഒരു പ്രത്യേക ഭംഗിയാ, നല്ല രസാ. നമ്മുടെ കാക്കപ്പൂ എന്നൊക്കെ കാക്കപ്പൂ കണ്ടിട്ടില്ലേ? ഒരു വയലറ്റും ഒരു വയലറ്റ് പോലെ ഇങ്ങനെ കുഞ്ഞു പൂ നമ്മൾ നിലത്ത് കിടക്കുന്ന. അതിന്റെ വയലറ്റ് ഇപ്പൊ വലുതുണ്ടല്ലോ. ആണല്ലേ? അത് പണ്ടൊക്കെ കാട്ടിക്കിടന്ന് ഇപ്പൊ നല്ല നേഴ്സറികളിലൊക്കെ കാശ് കൊടുത്ത് മേടിക്കണം. നമ്മുടെ നേഴ്സറിയിലൊക്കെ ഉണ്ടായിരുന്നു. അത് പല കളറും അതിന്റെ ഇപ്പൊ ഉണ്ട്. പെട്ടെന്ന് വാടിപ്പോവാ. ഇല്ല ഇപ്പൊ പറിക്കില്ല. ഞാൻ 2-3 തൈ എടുക്കാനായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോ വീട്ടിൽ കൊണ്ട് വെച്ചില്ലെങ്കിൽ ആ സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ തുമ്പയും തൃത്താവും ഒക്കെ അല്ലേ, തുളസിയൊക്കെ ആദ്യത്തെ ദിവസം ഇടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട്, കാരണം അവിടെ ഒന്നും കിട്ടാനില്ലെന്നേ. എനിക്ക് തോന്നുന്നു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു തുമ്പ. പണ്ടൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഓർക്കണുണ്ടോ, നമ്മള് ഓമനാമ്മയൊക്കെ ഓർക്കുന്നില്ലേ, നമ്മളൊക്കെ സ്കൂളൊക്കെ അടച്ച് ആ ഒരു കർക്കിടക സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എവിടെ പറമ്പിൽ നോക്കിയാലും തുമ്പ കാണും. തുമ്പ ഇങ്ങനെ നല്ല, അതുപോലെ 6 മാസ ചെടി, അതൊക്കെ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ നിറയെ പൂവൊക്കെ ആയിട്ട് നിൽക്കണം. എന്ത് രസമാണ് കാണാനും, നിറയെ ഉണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. നമ്മുടെ പണ്ട് ഈ വേദൊക്കെ കുളിക്കാൻ നേരത്ത് അല്ലെ ശരീരവേദന, ഡെലിവറി കഴിഞ്ഞിട്ടല്ലേ, ശരീരവേദനക്ക് ഇത് തിളപ്പിച്ച് ചൂട് വെച്ചാൽ മതി. നല്ല അത് വേദനയ്ക്കൊക്കെ നല്ലതാ. അതല്ലാതെ ഇപ്പം പിന്നെ നമ്മള് ഓണത്തിന് പൂവിടും. ഓണത്തിന്റെ ഓർമ്മയാണ് ശരിക്കും തുമ്പപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും തുമ്പക്കൊട. അതേപോലെ തന്നെ ഓണത്തിന് നമ്മള് അട ഉണ്ടാക്കുമല്ലോ ലാസ്റ്റ് ദിവസം, തുമ്പയാണ്. അതെ, ഓണത്തിന്റെ സ്പെഷ്യൽ സാധനമാണ് നമ്മുടെ തുമ്പ എന്ന് പറയുന്നത്. ചെറുപ്പത്തിലൊക്കെ നമ്മളെന്തോ കഥ കേട്ടിട്ടുണ്ടല്ലോ, അതായത് ഈ തുമ്പ, അതായത് ഈ ഓണത്തപ്പന വരവേക്കാൻ എല്ലാ പൂക്കളും അണിഞ്ഞൊരുങ്ങി നിന്ന് കഴിഞ്ഞപ്പോ തുമ്പ മാത്രം ഭംഗിയില്ലാതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോ എന്താ മാവേലി പറഞ്ഞു അങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്ത് തുമ്പ. ഞാൻ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ തുമ്പ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ആയിരിക്കും ഏറ്റവും ചെറുതും ഭംഗി കുറവുള്ള, ബാക്കി പൂക്കളെല്ലാം ഭയങ്കര അണിഞ്ഞൊരുങ്ങിയത്. അതെ, അങ്ങനെ ഒരു കെട്ടുകഥയായിരിക്കും. അത് സൂചിപ്പിച്ചാണ് തുമ്പ വെക്കണമെന്നൊക്കെ ഒരു ചെറിയ കഥയൊക്കെ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട് നമ്മള്. കർക്കിടകം തുടങ്ങിയാല്, കർക്കിടകം 1-ാം തീയതി മുതൽ അങ്ങ് തുടങ്ങിയ കൈകൊട്ടിക്കളി തുടങ്ങിയ ഓണം 10, ഓണം 10 കഴിഞ്ഞ് ഒരാഴ്ചയും കൂടി ഉണ്ടാവും. അന്നേരം തുടങ്ങുവാ ഞങ്ങള്, സ്റ്റെപ്പ് തുടങ്ങുവാ, പഠിക്കുവാ. ഓണം ആകുമ്പോ തകർത്തു അതൊന്നും ഇതൊക്കെ മാവേലി നാടുവാണിടും കാലം, മാവേലി നാട്. ഇതിനൊക്കെ ജോലിക്ക് പറമ്പിൽ നിന്ന് കൈകൊട്ടി. ഓണാകുമ്പോ നമുക്കൊരു ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടല്ലോ ഈ ക്ലബ്ബുകൾ ഉണ്ടല്ലോ. നമ്മുടെ അടുത്ത് മെയിൻ ആയിട്ട് ഒരു രാജാ ബാലവേദി എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ അവിടെ ആദ്യം ഉണ്ടായിരുന്ന ക്ലബ്ബ്.
അപ്പൊ അവിടെ നിന്നായിരുന്നു ഓണ പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഈ ഒരു 10 ദിവസം നമുക്കൊന്ന് എക്സാം ഒക്കെ ഒന്ന് കഴിഞ്ഞു വരാൻ വേണ്ടി പിള്ളേരൊന്നും ഞങ്ങളുടെ എണ്ണ പിന്നെ അതേപോലെ സ്പൂൺ നാരങ്ങ, സൂചി നൂല് കോർക്കല്, ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഈ വാഴ വെച്ചിട്ടുണ്ടല്ലോ, ഇതിന്റെ മേളിലൊരു ഫുള്ളൊക്കെ ആയിരിക്കും വെക്കണം. എണ്ണ വരട്ടി വെച്ചേക്കും. എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ കോരി ഒഴിച്ചു വെച്ചേക്കുക. 2-3 പേര് കഴിയുമ്പോ അടുത്ത സീസൺ ഒഴിക്കും. ഞാനൊക്കെ എന്തോ ഒരു പാത്രം മാറി കലന്തല്ലി പൊട്ടിക്കല് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര രസമുള്ള ഓർമ്മ. 10 ദിവസമാണ് ഞങ്ങളൊക്കെ വീട്ടിൽ കൂടുമ്പോ രാവിലെ പൂ പറിക്കാൻ പോകും. പൂ പറിക്കാൻ പോകുന്ന പുഴയിലും ആടാനൊക്കെ ആയിരിക്കും പോണേ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒത്തിരി ബാല്യകാല സ്മരണ ഇഷ്ടം പോലെ ചാക്കിലോട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. ശരിയാ, തവളയാട്ടം, ചാക്ക് അതിലല്ലേ തവളയാട്ടം, അങ്ങനെയുള്ള ഓണത്തിന്റെ ഒരു സമയത്തുള്ള ഒരു പരിപാടിയാണല്ലോ. പിന്നെ പക്ഷെ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ നമുക്ക് കാരണം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പിള്ളേർക്കും സെലിബ്രേഷൻ മൂഡാണ് എല്ലാ ദിവസവും. ഓണം എന്ന് പറയുന്ന പിള്ളേർ കണ്ടിട്ടില്ല. ഒരു ഓണപ്പൂ പിള്ളേര് കണ്ടിട്ടില്ല. ഒരു സദ്യ ഓർഡർ ചെയ്യുന്നു. ഏത് വീട്ടിലാ ഒരു ഓണപ്പൂ ഇടുന്നത് ഇപ്പം? ശരിയാ, ഇല്ല, ഇപ്പം പിള്ളേര് കാണുന്നില്ല. അത് തന്നെ നമ്മുടെ അമ്മച്ചിമാര്, അമ്മമാരൊക്കെ ഉള്ള, മുത്തശ്ശിമാരൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കുറച്ച് വില്ലേജുകളിലൊക്കെ കൊണ്ട് ഇപ്പം ഓണത്തപ്പനൊക്കെ മണ്ണ് വെച്ചുണ്ടാക്കി റെഡിമെയ്ഡ് ഓണത്തപ്പൻ മേടിക്കുക. അതാവുമ്പോൾ വർഷാവർഷം ഉപയോഗിക്കാമല്ലോ, ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി. ശരിക്കും അതൊക്കെ ഉണ്ടല്ലോ, ശരിക്കും ഇപ്പോഴത്തെ തലമുറ കാര്യങ്ങളാണ് അതൊക്കെ. ഞങ്ങൾ ഇവിടെ ഓണപ്പൂ ഇടുന്നു കർഷകന്റെ വാതുക്കല്. കഴിഞ്ഞ 3-4 വർഷം ഫ്രണ്ടിലിട്ടായിരുന്നു അവിടെ ഇടും. ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഇവിടെ ഇടും. 2-3 ഇവരുടെ മാത്രം പൂ പറിച്ചിട്ടാണ് ഇവര് കാശ് കൊടുത്ത് വാങ്ങില്ലാന്ന്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞങ്ങൾ ഇവിടെ ഇടുക ആണല്ലേ. ഓണത്തപ്പനയും വെക്കും. നമ്മൾ പറഞ്ഞുണ്ടല്ലോ, വിഷയത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോയി. കാരണം വിട്ടുപോയി. നമ്മൾ പറഞ്ഞു വന്നത് തുമ്പയെ കുറിച്ചാണ്. അപ്പൊ എല്ലാവരുടെയും പഴയകാല ഓർമ്മകളിലേക്ക് പോയി. കാരണം തുമ്പ അല്ലെങ്കിൽ ഓണം എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പകാലത്തുള്ള ഞങ്ങളുടെയൊക്കെ ആ ഒരു ടൈമില് വരെ ഉള്ള കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത കുറേ നല്ല ഓർമ്മകൾ സമ്മാനിച്ച ദിവസങ്ങളാണ് നമ്മുടെ കുട്ടിക്കാലം. ഓണം, വിഷു, ക്രിസ്മസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മധ്യവേനൽ അവധി, ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത കുറേ നല്ല ഓർമ്മകൾ. ഇപ്പം നമുക്ക് ഓർത്ത് സന്തോഷിക്കാനും ചിരിക്കാനും പറ്റുന്ന കുറേ നല്ല ഓർമ്മകൾ തന്ന നിമിഷങ്ങളാണ്. അപ്പൊ ഇത് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറേ അങ്ങോട്ട് കാട് കയറിപ്പോയി. അതാണ് ഓണത്തിലേക്ക് പോയി. ഇനിയിപ്പോ ഓണം അടുക്കാറാകുമ്പം നമ്മൾ പഴയ രീതിയിൽ തന്നെ ഇവിടെ എല്ലാ 10 ദിവസവും നല്ല അടിപൊളിയായിട്ട് തന്നെ ഓണാഘോഷം നടത്തും. നമുക്കും തിരക്കാണ്. ആ തിരക്കിനിടയ്ക്ക് നമുക്ക് പറ്റുന്ന പോലെ നമ്മളെ ഓണപരിപാടി, ഓണസദ്യ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും. സ്റ്റാഫ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യം. അതൊക്കെ നമ്മൾ വീഡിയോ പുറകെ ഓരോന്നോരോന്നായിട്ട് ചെയ്തിടുകയും ചെയ്യുവേ. പിന്നെ നമ്മൾ തുമ്പയെ കുറിച്ച് പറയുമ്പോൾ തുമ്പയ്ക്ക് നമ്മൾ ഓണം എന്നതിലപ്പുറം നമുക്ക് അതിൽ കുറേ ഔഷധ ഗുണങ്ങളുണ്ട്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഓമനാമയൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. ഞാനൊക്കെ കുഞ്ഞിലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടുന്നത് വാരി വലിച്ചിരുന്നു. ആ സമയത്ത് ഈ വിരശല്യം അങ്ങനെ മരുന്ന് കഴിക്കണ പരിപാടിയൊന്നും ഇല്ലല്ലോ കുഞ്ഞുനാൾ പണ്ട് കാലത്ത്. വിരമരുന്നൊന്നും അങ്ങനെ അധികം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? കുറവാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത് കുറവാണ്. കച്ചോലാണ് ഞങ്ങൾക്ക് കൂടുതലും എന്റെ ചെറുപ്പത്തിലൊക്കെ കഴിച്ചേക്കുന്നത്. നമ്മുടെ പിള്ളേർക്കൊക്കെ നമ്മൾ മരുന്നല്ലേ കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ എന്റെ ചെറുപ്പത്തിലൊക്കെ ഈ കച്ചോല അരച്ച് പുക്കിളിനകത്ത്, കഴുത്തേല്, നെറുകയില്, അങ്ങനെ കഴുത്തിന് ചുറ്റും ഒക്കെ, അങ്ങനെയാണ് അമ്മയ്ക്ക് ഒരു ഔഷധം. അല്ല, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് വന്നിട്ടേ വയറുവേദനയൊക്കെ എടുത്ത് രാത്രി കിടന്ന് കരഞ്ഞ് നിലവിളിക്കുമ്പോഴത്തേക്കും ഈ തുമ്പയൊക്കെ ഇടിച്ചു പിഴിഞ്ഞ് വാട്ടിപ്പിഴിഞ്ഞ് അതിന്റെ ചാറ് തരും. അത് തരുമ്പോഴത്തേക്കും കയ്പാ, നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാ. എന്നാലും നമ്മളത് കഴിക്കും. കാരണം വയറുവേദന മാറണ്ടേ, എങ്ങനെയെങ്കിലും കിടന്നൊന്ന് ഉറങ്ങണ്ടേ. പിന്നെ നിനക്കറിയാൻ വഴിയില്ലായിരിക്കും. കാരണം നമ്മളൊക്കെ ഈ പ്രസവം കഴിയുമ്പോൾ ഓമനാമ പറഞ്ഞ പോലെ വേദുവെള്ളം ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മള് എന്താണ് കൊതുകിന് കൂടുതലായിട്ട് ഏറ്റവും നല്ലൊരു കൊതുക് നിവാരണയായിരുന്നു പണ്ട് കാലത്ത്. കാരണം ഇപ്പൊ നമുക്ക് പറമ്പിൽ തുമ്പ നോക്കിയാൽ കിട്ടാനില്ല. കാരണം ഇത് ഒരു ചെറിയ ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോ നമ്മുടെ മുത്തശ്ശിയൊക്കെ പോയിട്ട് തുമ്പയൊക്കെ പറമ്പിൽ പോയി പറിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഇത് പുകച്ചിട്ട് അതിനകത്ത് തുമ്പയിടും. നമ്മുടെ വീട്ടിൽ പശുവൊക്കെ ഉള്ള സമയത്തെ പശുവിന്റെ തൊഴുത്തിലും ഒക്കെ കൊണ്ടുപോയി തുമ്പ ഇങ്ങനെ പോയിച്ചു വയ്ക്കും. പല പ്രദേശങ്ങളിൽ മരണാനന്തര ചടങ്ങുകളിലൊക്കെ കർമ്മത്തിന് കർക്കിടക വാവുബലിക്ക് അങ്ങനെയുള്ള ഏരിയയിലില്ല. ചില സ്ഥലങ്ങളിലൊക്കെ അവിടെയൊക്കെ ഈ പറഞ്ഞ മാതിരി വാവുബലിക്ക് അല്ലെങ്കിൽ നമ്മുടെ മരണാനന്തര കർമ്മങ്ങൾക്കൊക്കെ നമ്മുടെ തുമ്പ ഉപയോഗിക്കും. പകരമായിട്ട് തുമ്പ ഉപയോഗിക്കാറുണ്ടെന്ന് പറയാറ്. പിന്നെ നമ്മൾ തലവേദനയൊക്കെ വരുമ്പോഴത്തേക്ക് തുമ്പയുടെ ചാറ്
അതിങ്ങനെ നെറ്റിയിൽ തൂത്താൽ മതി എന്ന് പറയും. തൂത്ത് കഴിഞ്ഞാൽ വേദന ഒന്ന്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചുക്കൊക്കെ അരച്ച് പണ്ട് ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ പരട്ടി തരുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ തുമ്പയുടെ ചാറ് ഇങ്ങനെ ഇടിച്ചു പിഴിഞ്ഞിട്ട് അതിന് ചാറെടുത്തിട്ട് 2 സൈഡിലും തൂത്ത് തരും. പിന്നെ പനിക്കൊക്കെ സൂപ്പറാടാ. ആവി പിടിക്കാൻ നമ്മള് തുളസി ഇലയുടെ കൂടെ ആവി പിടിക്കാനായിട്ട് തുളസി ഇലയും തുമ്പയുടെ ഇതൊക്കെ എന്നാ പറഞ്ഞാലും സ്മെല്ലുണ്ട്. അതിന്റെ അത് പൊട്ടിച്ചെടുക്കുമ്പോ തന്നെ സ്മെല്ലാ. നമ്മള് പണ്ട് ചെറുപ്പത്തിലേക്ക് കൊതുക് കടിയൊക്കെ വരുമ്പോ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ പോലെ മറ്റേ കൊതുക് തിരി കത്തിക്കണ പരിപാടി, വിഷം ഉപയോഗിക്കുന്ന പരിപാടി വളരെ കുറവാ. അപ്പൊ എന്നാ പറമ്പിൽ പോയി തുമ്പ പറിച്ചോണ്ട് വന്ന് കാലേലും കയ്യിലും ഒക്കെ ഇട്ട് അടിച്ചോണ്ടിരിക്കും ചെറുപ്പത്തില്. കൊന്നേലും തുമ്പേ പോയിക്കണത്. അതുപോലെ കയ്യിലും കാലിലും അടിക്കുകയും ചെയ്യും. പിന്നെ സ്കിന്നിനൊക്കെ നല്ലതാന്നാ പറയണേ. സ്കിന്നിന് നമുക്ക് ചൊറിച്ചില് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്കിന്ന് സംബന്ധമായ അസുഖങ്ങൾക്ക് ഇതൊക്കെ അരച്ചു വരട്ടാൻ വളരെ നല്ലതാ. കാരണം പെട്ടെന്ന് കുറയും അത്. നമ്മൾ വിചാരിക്കണ പോലെ. കാരണം ഒരുപാട് ഇത് ഉള്ളിലേക്ക് എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ദോഷമായിരിക്കും. നമ്മള് ഇത് കഴിക്കാന്ന് പറഞ്ഞാലും ഉള്ളില് കഴിക്കണ ഞാൻ കേട്ടിട്ടില്ല. ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഒരു സാധനവും കഴിക്കാൻ പറ്റില്ല. കാരണം എത്ര ഔഷധ അമൃതാണെന്ന് പറഞ്ഞാലും നമ്മളൊരു പരിധി കൂടുതൽ അത് ഉപയോഗിക്കാൻ പാടില്ല. പൂക്കളം എന്നൊക്കെ പറഞ്ഞ എന്റെ ചെറുപ്പത്തില് പിള്ളേര് പോയി സ്കൂളിലൊക്കെ ഇടുമായിരുന്നു. പൂവൊക്കെ പറിച്ചോണ്ട് പോയി കാശ് കൊടുത്ത് മേടിക്കുകയും ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞാണ് ഒരു മത്സരത്തിന് പോണത്. അന്നൊക്കെ ഈ കമ്പനിയുടെ ക്ലബുകളൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ ആയിട്ടാണ് മത്സരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഇപ്പൊ നമുക്ക് അങ്ങനെ പൂക്കളം കാണാനില്ല. വല്ല നമ്മുടെ വീട്ടില് മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചുമക്കളെ കാണിക്കാൻ വേണ്ടി മാത്രം നമ്മള് കാശ് കൊടുത്ത് മേടിച്ചോണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു 2-3 കൊല്ലം മുമ്പ് ഇതൊന്ന് കാണട്ടെ എന്നോർത്ത് 2 വീടുകളിലും കൂടി ചെന്ന് പൂവൊക്കെ 2 വീട്ടിലും കാണിച്ചു കൊടുത്ത് ഇങ്ങനെയൊക്കെ പൂക്കളം ഉണ്ടെന്ന്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഓണം ആഘോഷിച്ചപ്പം വീട്ടിലൊരു വലിയ പൂക്കളയിട്ട് അങ്ങനെ എല്ലാ ദിവസവും പോടും കേട്ടോ. നമ്മുടെ മായങ്കൊമഡോസിൽ നമ്മള് പക്ക നമ്മുടെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളിവിടെ നിൽക്കുന്ന ചെടികളായാലും മരങ്ങളായാലും നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളായാലും എല്ലാം തന്നെ നമ്മള് പഴയ കാലത്തെ ഓർമ്മകളില്. കാരണം തുമ്പെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ വളരെ റെയർ ആണ്. കാരണം നമുക്ക് കാണാനില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീടും അപ്പുറത്തെ വീടും തമ്മിൽ ഒരു മതിലിന്റെ വേർതിരിവില്ല. തൊട്ടപ്പുറത്തെ വീട്ടുകാരുമായിട്ട് അത്രത്തോളം ആത്മബന്ധമാണ് പണ്ട് കാലത്ത്. ചെറുപ്പകാലത്ത് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെയായിരുന്നു. നമ്മൾ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും പോയി എല്ലാരെയും വിളിച്ച് വൈകുന്നേരം പൂ പറിക്കാൻ പോകുന്നു. തുമ്പപ്പൂ പറിക്കുന്നു, കാക്കപ്പൂ പറിക്കുന്നു. അതൊക്കെ ഒരു നല്ല 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 നിമിഷങ്ങളാണ്. പറമ്പിൽ കാണുന്ന സകല പൂക്കളും പറിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ തലേ ദിവസം എല്ലാം ഒരുക്കി വെക്കും രാവിലെ പൂവിടാനായിട്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒന്നും കിട്ടാത്ത, ഇപ്പോഴത്തെ തലമുറയ്ക്ക് കിട്ടാത്ത ഒരു ഭാഗ്യം എന്ന് തന്നെ വേണേ പറയാം. കാരണം അവർക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ്. അങ്ങനെ നമുക്ക് തുമ്പയെ കുറിച്ച് പറയാനാണ് ഒരുപാട് ഓർമ്മകളുണ്ട്. അതേപോലെ തന്നെ ഒരു എന്താണ് പറയണേ, ബാക്ടീരിയാസിനെ അകറ്റി നിർത്താനായിട്ട് അല്ലെ ബാക്ടീരിയാസിനെ കൊല്ലാനുള്ള ഒരുപാട് കഴിവുള്ള ഒരു ചെടിയാണ് ഈ തുമ്പ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വേദവെള്ളമൊക്കെ ഇട്ട് കുളിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ, അതേപോലെ തന്നെ വേദനകൾ വരുമ്പോൾ അതിനും, അതേപോലെ ജലദോഷം വരുമ്പോൾ അതിനെ ആവി പിടിക്കാനും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ പറയുന്ന ഈ ഒരു കുഞ്ഞു ചെടി കൊണ്ട് ഉപയോഗമുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലാണെങ്കിലും വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊരു ഔഷധം എന്നതിനപ്പുറം പഴയ കാലത്തെ ഓർമ്മകളെ, നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെയുള്ള പഴയ കാലത്തെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരാനും പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ തുമ്പ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തുമ്പ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വീട്ടിൽ നോക്കിയിട്ട് നമ്മുടെ അവിടെയെങ്കിലും കാണാനില്ല. അവിടെയൊക്കെ ഈ സമയത്ത് ഉണ്ടായി വരണ്ട, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് 2-3 തൈ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഫാമിലേക്ക് വന്നത്. കാരണം ഇവിടെ കഴിഞ്ഞ ദിവസം നിൽക്കണ കണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ചെടികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പണ്ട് കണ്ട ചെടികൾ, നമ്മുടെ കുട്ടിക്കാലത്ത് ഉപയോഗിച്ച കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ മായങ്കൊമഡോസിൽ. അപ്പോൾ ഓമനാമേ, നമുക്ക് ഈ വീഡിയോ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ? അടുത്തൊരു വീഡിയോ എടുക്കാൻ ഞാൻ ഇനി എന്നെ പിടിച്ചോണം. ഓമനാമ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ഇതുള്ളൂ വീഡിയോ എടുക്കാനായിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പറമ്പിലോ ഒക്കെ നിങ്ങൾ ഇപ്പോഴും തുമ്പ ഉണ്ടെങ്കിലോ, അതായത് നിങ്ങളുടെ ചെറിയ ഓർമ്മകൾ, ചെറുപ്പകാലത്തിൽ ചെറിയ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം കേട്ടോ. കാരണം നമുക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും. അപ്പൊ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ അഡ്വാൻസ് ഓണാശംസകൾ എല്ലാവർക്കും നേരെയാണ്. കാരണം ഓണം വരുന്നുണ്ട്. നമ്മൾ ഓണത്തിന്റെ പ്രോഗ്രാംസും കാര്യങ്ങളുമായിട്ട് നമ്മൾ വീഡിയോസ് പുറകെ ഓരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും. എന്നാലും എല്ലാവർക്കും ഒരു അടിപൊളി ഓണാശംസകൾ. ഹാപ്പി ഓണം.